5-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതിനു മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. യുവനേതാവായ കെ എസ് ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയാകുന്നു. 48 സീറ്റുകളിലേക്കാണ് ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. LDF ഭരിക്കുന്ന കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ 10 സീറ്റുകൾ മാത്രമാണ്, 100-ൽ 10 സീറ്റുകൾ മാത്രമാണ് UDFന് നേടാനായത്. BJP മുഖ്യ പ്രതിപക്ഷത്തുള്ള കോർപ്പറേഷനിൽ തിരിച്ചുവരവാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. CPIM-ഉം BJP-യും പിന്നണിയിൽ. ഇതിനേക്കാൾ വലിയ തന്ത്രങ്ങളാണോ തയ്യാറാക്കുന്നത് എന്ന ചോദ്യവും അവശേഷിക്കുന്നു. ഹോട്ട് ആൻഡ് ടോക്കിയോടെ പരിശോധിക്കുകയാണ്. തിരുവനന്തപുരത്ത് തീ പാറുമോ? ശ്രീ മനു പ്രസാദ് BJP-യുടെ പ്രതിനിധിയൊപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധിയായി ശ്രീമതി ദീപ അനിൽ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം ദീപ അനിലിലേക്കാണ്. ശ്രീ ദീപ അനിൽ, ഇപ്പോൾ 48 പേരുടെ പേര്, കെ എസ് ശബരിനാഥൻ അടക്കം 48 സ്ഥാനാർത്ഥികളുടെ പേര് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു മുൻ MLA, പ്രത്യേകിച്ച് അരുവിക്കര മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കെ എസ് ശബരിനാഥനെ പോലെ ഒരാളെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സംഘടനാ പ്രവർത്തനമാണ് ഈ വരും കാലത്തിലൊക്കെ ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. അത് വാർഡുകളിലാണെങ്കിലും കോർപ്പറേഷനുകളിലാണെങ്കിലും ഒക്കെ, പഞ്ചായത്തുകളിലാണെങ്കിലും കോർപ്പറേഷനുകളിലാണെങ്കിലും ഒക്കെ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ വന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമരങ്ങളും കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആത്മവിശ്വാസം അങ്ങേയറ്റത്ത് തന്നെയാണ്. ഇവിടെ ശ്രീ ശബരിനാഥിനെ പോലെയുള്ള ഒരു നേതാവ് എന്തുകൊണ്ടാണ് കോർപ്പറേഷനിൽ വന്നത് എന്ന് പറയുമ്പോൾ, കോർപ്പറേഷനിൽ മത്സരിക്കുന്നത് ചെറിയ കാര്യമാണോ? ഇപ്പൊ അരുവിക്കര പോലെയുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച ഒരാൾക്ക് കോർപ്പറേഷനിൽ മത്സരിക്കാൻ പാടില്ല എന്നാണോ? ആവാമല്ലോ. അപ്പോ തീർച്ചയായിട്ടും ശബരിനാഥൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ അദ്ദേഹം ഒരു വാർഡിൽ മത്സരിക്കുന്നു. അത് തന്നെ ഒരു വ്യക്തമായ സൂചനയാണ് എത്രത്തോളം ഈ പാർട്ടി അതിൽ വലിയവരെന്നോ ചെറിയവരെന്നോ, വലിയ നേതാക്കന്മാരെന്നോ അല്ലെങ്കിൽ ചെറിയ നേതാക്കന്മാരെന്നോ അല്ലെങ്കിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവസരങ്ങൾ നൽകുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അടുത്ത കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി പിടിച്ചെടുക്കുക എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും. നമുക്കറിയാം കോർപ്പറേഷൻ ഭരണം കുറെ നാളുകളായിട്ട് അഴിമതിയുടെ. ദീപ അനിൽ, 2010-ൽ UDFന് 40 സീറ്റാണ് ഉണ്ടായിരുന്നത്. 2015 ആയപ്പോഴേക്കും UDFന് 21 സീറ്റായി, 19 സീറ്റുകൾ നഷ്ടമായി. 2020-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് 10 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. അതായത് 10 വർഷം കൊണ്ട് UDFന് നഷ്ടമായത് ഏതാണ്ട് 30ഓളം സീറ്റുകളാണ്. അവിടെയെല്ലാം ജയിച്ചു കയറിയിട്ടുള്ളത് BJP ആണ്. LDF അവരുടെ നില മെച്ചപ്പെടുത്തി തന്നെ നിൽക്കുകയും ചെയ്തു. കോർപ്പറേഷൻ ഭരണം പിടിക്കാനാകും ഈ സീറ്റ് നില വെച്ച് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ കരുതുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ കാലയളവിൽ ഈ 9.5 വർഷമായിട്ട് നടക്കുന്ന ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സർക്കാരിന്റെ അഴിമതി, അതുപോലെ തന്നെ ഘടകകക്ഷികളെ വിലക്കെടുക്കാതെയുള്ള CPM-ന്റെ ഒരു തലതൊട്ടപ്പൻ ഭാവം, ഇതെല്ലാം തന്നെ LDF-ൽ വളരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ തന്നെ CPI-യെ പോലുള്ള ഒരു ഘടകകക്ഷിയെ പോലും മുഖവിലക്കെടുക്കാതെ ചവിട്ടി തേച്ചുകൊണ്ട് മുഖത്ത് തുപ്പുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് CPM എടുത്തത്. ഇതൊക്കെ തന്നെയും ആ പാർട്ടിയിലെ ആ ഒരു മുന്നണിയുടെ കെട്ടുറപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം അത് CPM-നെതിരെ നിങ്ങൾ പ്രചാരണായുധമാക്കുകയാണ്. പക്ഷേ ശ്രീ ദീപ അനിൽ, ഇവിടെയുള്ള ഒരു പ്രശ്നം, വരാം, ആ പറഞ്ഞ പോയിന്റിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഇവിടെ നിങ്ങളുടെ സീറ്റുകൾ പോയിട്ടുള്ളത് പ്രധാനമായും BJP-യിലേക്കാണ്. കണക്കുകൾ അത് തെളിയിക്കുന്നുണ്ട്. BJP-ക്കെതിരെ നിങ്ങൾ എന്തു പറയും? കാരണം BJP-യിൽ നിന്ന് മുഖ്യ പ്രതിപക്ഷം സ്ഥാനം നേടിയ ശേഷം മാത്രമേ നിങ്ങൾക്ക് കോർപ്പറേഷൻ ഭരണം LDF-ൽ നിന്ന് പിടിക്കാൻ സാധിക്കൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP-ക്കെതിരെ പറയാൻ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. LDF-നാണ്, ശ്രീ പിണറായി വിജയനാണ് BJP-ക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും സംസാരിക്കാൻ പേടിയുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് BJP-ക്കെതിരെ, ഞങ്ങൾ ഇന്ത്യയിൽ മുഴുവനായും തന്നെ BJP-ക്കെതിരെ നിൽക്കുന്ന ഒരു മുന്നണിയാണ്. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും മേളിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ BJP എതിർക്കുന്നത് കോൺഗ്രസ് ആണ്. പിന്നെയാണോ ഈ കേരളത്തില് ഒരു മൂലയിൽ മാത്രം ഇരിക്കുന്ന ഈ BJP കേരളത്തിൽ എതിർക്കുക എന്ന് പറയുന്നത്? BJP-യിലേക്ക് തന്നെ നോക്കൂ, അവിടെ എന്ത് മുന്നണി കെട്ടുറപ്പാണ് ഇപ്പോൾ ഉള്ളത്? അവിടെ തമ്മിലടിയല്ലേ, BJP-യിൽ തമ്മിലടിയല്ലേ. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റിനെ കെട്ടിയിറക്കിയത് മുതൽ എത്രത്തോളം
വിഘടിച്ചു പോയി BJP-യുടെ സംവിധാനം ഒന്ന് കെട്ടുറപ്പായി വന്നിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് വിഘടിച്ചു പോയി. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പ്രസിഡന്റിനെ അംഗീകരിക്കാത്തവരാണ് കേരളത്തിലെ BJP-കാർ എന്നുള്ളതിന് വ്യക്തമായ തെളിവല്ലേ ശ്രീ MS കുമാറിന്റെ FB പോസ്റ്റ് നോക്കൂ. പഴയ സംസ്ഥാന വക്താവാണ്. അദ്ദേഹത്തിന്റെ FB പോസ്റ്റില് തിരുമല അനിൽ എന്ന് പറയുന്ന BJP-ക്കാർ അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് എത്ര കുറ്റകരമായിട്ടുള്ള എത്ര BJP പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു FB പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് ആ ചെയ്തത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ BJP-യിൽ പടലപ്പിണക്കം അതിരൂക്ഷമാണ്. CPIM ഉൾപ്പെടെയുള്ള LDF മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും പടലപ്പിണക്കങ്ങൾ ശക്തമാണ്. അത് ഉൾപ്പെടെ മുതലെടുക്കാനാകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കേരളത്തിലെ പിണറായി വിജയന്റെ അഴിമതിയും തീർച്ചയായും കോർപ്പറേഷനില് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ബീഫും പൊറോട്ടയും വിതരണം ചെയ്തതിന്റെ കണക്ക് മുതൽ അവിടെ കോർപ്പറേഷനിൽ ഫില്ല് ചെയ്യേണ്ട തസ്തികകൾക്ക് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് നൽകിയ ഇതില് നമുക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മറുപടി പറയാൻ CPM പ്രതിനിധി ഇല്ല, BJP പ്രതിനിധിയാണ് നമുക്ക് ഈ ചർച്ചയിൽ ഉള്ളത്. എന്തായാലും അതിന് മറുപടി CPM പറയേണ്ടി വരും. അതൊരു ആരോപണമായി ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആരോപണം നമുക്ക് വ്യക്തതയില്ല. ശ്രീ മനുപ്രസാദ്, ഇപ്പോൾ ശ്രീ ദീപ അനിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അത് അങ്ങേക്ക് മറുപടി പറയാം. അതിന് മുന്നോടിയായി എൻ്റെ ചോദ്യം, ഇപ്പോൾ KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്താകെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന യുവ നേതാക്കൾ ഉൾപ്പെടെ മുന്നിട്ടിറക്കി 48 പേരുടെ പത്രിക, ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും. അതിലൊരു ഗ്ലാമർ എലമെന്റ് കൂടിയുണ്ട്. BJP എങ്ങനെ കാണുന്നു? BJPക്ക് ഭയമുണ്ടോ? അല്ല, ഒന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ മേന്മ കൊണ്ട്, സ്ഥാനാർത്ഥി വരുന്നത് കൊണ്ട് ആശങ്കപ്പെടുന്നതല്ല. ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ ഈ കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി നാട്ടുകാർക്ക് മുഴുവൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സർട്ടിഫിക്കറ്റുമായി ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് തൽക്കാലം ഒന്നും പറയുന്നില്ല. BJPക്ക് പറയാൻ ഈ കോർപ്പറേഷനിലെ വികസന മുരടിപ്പുണ്ട്. ഇന്നും പൂർത്തിയാകാത്ത വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ധാരാളം കഥകളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോർപ്പറേഷനും ഈ കേരളവും ഒക്കെ ഭരിച്ചിട്ട് തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയെ എല്ലാ വികസനത്തിൻ്റെയും അവികസിതമായ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ആഞ്ഞു പരിശ്രമിച്ചവരാണ് എന്നാണ് ഇന്ന് വസ്തുതകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ധാരാളം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നാടായി നമ്മുടെ തിരുവനന്തപുരം പ്രദേശം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും ആ സാധ്യതകളെല്ലാം ഫലപ്രദമായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഒരു ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. നരേന്ദ്രമോദിജി മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട് ലോകത്തിൻ്റെ എല്ലാവരും അംഗീകരിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു പോകുമ്പോൾ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു പ്രദേശമാണ് നമ്മുടെ തിരുവനന്തപുരം. അനന്തപത്മനാഭൻ കുടികൊള്ളുന്ന തിരുവനന്തപുരത്തെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം BJP ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ഓരോ ജനങ്ങളെയും ഓരോരുത്തരെയും പോയി കാണും. ഞങ്ങൾ ഞങ്ങളുടെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കും. ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് പോലെയുള്ള തമ്മിലടിയല്ല ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ പലതും ലഭ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളെ ഞങ്ങൾ തുറന്നു കാണിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. അതിലൊന്നാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഗതാഗത സൗകര്യങ്ങളുടെ അസൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ മഴ പെയ്താൽ വെള്ളം കെട്ടുന്ന ഇടങ്ങൾ, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ. യുവാക്കൾ അഭ്യസ്തവിദ്യരാണ്, എന്നാൽ തൊഴിൽ കിട്ടാത്ത യുവാക്കൾ, ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാത്ത പ്രദേശം, ടെക്നോ പാർക്കും കഴക്കൂട്ടും വിഴിഞ്ഞം പോർട്ടും ഒക്കെ ഉൾപ്പെടുന്ന ഈ ജില്ലയുടെ ഏറ്റവും വലിയ സാധ്യതയായി മാറാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ കോർപ്പറേഷൻ. എന്നാൽ ആ കോർപ്പറേഷൻ ആ തരത്തിലേക്ക് ഉയർത്തുന്നില്ല. പരസ്പരം ചെളിവാരി എറിഞ്ഞ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പടലപ്പണക്കങ്ങൾ പറഞ്ഞ് ആ മുന്നണിയിൽ പ്രശ്നമുണ്ട്, ഈ മുന്നണിയിൽ പ്രശ്നമുണ്ട്, ആ മുന്നണിയിൽ പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് വോട്ട് ഞങ്ങൾക്ക് കിട്ടും, ഈ മുന്നണിയിൽ പ്രശ്നമുള്ളത് കൊണ്ട് കുറച്ച് വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്ന പരമ്പരാഗതമായിട്ടുള്ള ഈ കപട വസ്തുതാവിരുദ്ധമായ രാഷ്ട്രീയം കളിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള ഈ രീതിയുണ്ടല്ലോ, ഈ രീതിക്ക് അന്ത്യം കുറിക്കുന്ന ഒന്നായിരിക്കും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. രണ്ട്, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷനെക്കുറിച്ച് എന്തും വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാം എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി വിചാരിക്കുന്നതിൽ ഒരൊറ്റ കാര്യം പറയാം. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നിങ്ങളോടൊരൊറ്റ കാര്യം പറയുന്നു. 90 ദിവസം പോലും 30 ദിവസം പോലും പൂർത്തിയാക്കാതെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ജനഹൃദയങ്ങൾ കീഴടക്കിയ ആളാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിരവധി ആളുകൾക്ക് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായി ജോലി കൊടുത്തിട്ടുള്ള ആളാണ്. നിങ്ങൾ ഇന്ന് പറയുന്ന ഈ കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനകൾ തല ഉയർത്തി നിൽക്കുന്നത് അദ്ദേഹം സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ പറയുന്നത് പോസിറ്റീവായ രാഷ്ട്രീയമാണ്, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. നിങ്ങൾ ഈ
ചർച്ചയിൽ പോലും പറഞ്ഞത് കപട രാഷ്ട്രീയമാണ്, മുന്നണി പ്രശ്നങ്ങളെക്കുറിച്ചാണ്, പടല പ്രശ്നങ്ങളെക്കുറിച്ചാണ്, തമ്മിലടിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ചോര ഊറ്റിക്കുടിക്കുന്ന മനോഭാവത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ചർച്ചയിൽ പോലും സംസാരിക്കാൻ തയ്യാറായത്. ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ഞങ്ങൾക്കില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. കാരണം നരേന്ദ്രമോദിജി മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ഈ തിരുവനന്തപുരത്തുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ദേശാഭിമാനിയോ വീക്ഷണമോ ഇവർ പറയുന്ന രാഷ്ട്രീയ ചട്ടുകങ്ങളായോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോ യോജിക്കാതെ ലോകം കാണാൻ തയ്യാറാകുന്നവർ, വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ആ ജനവിഭാഗങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതുകൊണ്ടാണ് UDFന് നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ 40-ൽ നിന്നും 22-ലേക്കും 22-ൽ നിന്ന് 10-ലേക്കും ചുരുങ്ങി വരാൻ നിന്നത്. നിങ്ങൾ സൂചിപ്പിച്ചു K. മുരളീധരൻ എന്ന് പറയുന്ന ആളുടെ യാത്ര തുടങ്ങുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായ ഒരു കാര്യമാണ്. എവിടെയൊക്കെയാണോ BJPയെ പരാജയപ്പെടുത്തി ജയിക്കാമെന്ന് വന്ന സ്ഥലത്തെല്ലാം 3-ം സ്ഥാനത്തേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് വീണ്ടും കോൺഗ്രസ് 3-ം സ്ഥാനത്ത് ഇരിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. വ്യക്തികളെയല്ല ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രതിപക്ഷമല്ല ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്, വികസനത്തിൻ്റെ കാഴ്ചപ്പാട് വയ്ക്കും. കോൺഗ്രസ്സിൽ പിന്നെ എല്ലാ മുന്നണികളും ഒത്തൊരുമിച്ചാണല്ലോ പോകുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നോളൂ. ജമാഅത്ത് ഇസ്ലാമിയും PDPയും നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന്, നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യ മുന്നണിയൊക്കെ ഒരുമിച്ചിരുന്നോളൂ. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഉയർത്തിക്കാട്ടിയിട്ടുള്ള പ്രചരണത്തിൽ കോൺഗ്രസ് 3-ം സ്ഥാനത്തായിരിക്കുമെന്നതിൽ ഒരു സംശയമില്ല. ഇന്ത്യ മുന്നണി കോൺഗ്രസും കൂടെ ചേരുമ്പോൾ 2-ം സ്ഥാനത്തുണ്ടാകും എന്നുള്ളത് മാത്രമാണ്. 1-ം സ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരും. അത് മറ്റൊന്നിനും കൊണ്ടല്ല, നിങ്ങൾ ഉൾപ്പെടെ നാളിതുവരെ ഈ കേരളത്തെ തിരുവനന്തപുരം കോർപ്പറേഷനെ പിന്നോട്ട് അടുപ്പിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഞങ്ങൾ കൊണ്ടുവരും. ശരി, ശ്രീ ദീപ, അതിന് മറുപടി പറയാം. വീക്ഷണം മാത്രം വായിക്കുന്നതുകൊണ്ടാണോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കോൺഗ്രസ്സുകാർക്ക് അറിയാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ BJP പ്രതിനിധി ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ വ്യക്തി കേന്ദ്രീകൃതമായി ആളുകളെ ഇറക്കിക്കൊണ്ട് യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോകാം, ഭരണം പിടിക്കാം എന്ന ഒരു വ്യാമോഹം കോൺഗ്രസിനുണ്ടോ? ആദ്യം തന്നെ ഞാൻ വീക്ഷണം പത്രം മാത്രം വായിക്കുന്ന ഒരാളല്ല. എല്ലാ മാധ്യമങ്ങളും കിട്ടുന്നിടത്തോളം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മീഡിയ പാനലിസ്റ്റ് എന്നുള്ള പേരിൽ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരാളിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുമ്പോൾ വ്യക്തികളെ അല്ലാതെ പിന്നെ എന്താണ്? ഒരു 5-6 പേരെ ചേർത്തുകൊണ്ടാണോ ഇതാക്കേണ്ടത്? അതോ ഒരു സീറ്റിലേക്ക് ഒരു മുന്നണി മൊത്തം? നിങ്ങളുടെ വിഷയങ്ങളെല്ലാം വിഷയാധിഷ്ഠിതമാകണ്ടേ, ജനങ്ങളുടെ പ്രശ്നമാകണ്ടേ നിങ്ങൾ ഉന്നയിക്കേണ്ടത്, വ്യക്തികളെ അല്ലല്ലോ. തീർച്ചയായിട്ടും മുന്നിൽ കാണിക്കാൻ, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന അത്രയും മാന്യതയും സംസ്കാരവും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻസും ഉള്ളവർ എന്റെ പാർട്ടിയിലുണ്ട് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനം തന്നെയാണ്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ ഇലക്ഷനെ നേരിടുന്നത്. അങ്ങനെ സംസ്കാരവും മാന്യതയും ഉള്ള ഒരു പാർട്ടിയിൽ മാത്രമേ ഇങ്ങനെയുള്ളവർ വരികയുള്ളൂ. അപ്പൊ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇലക്ഷനെ നേരിടുന്നതിൽ എന്താണ് തെറ്റ്? ഇവിടെ താഴെത്തട്ട് മുതൽ മേലറ്റം വരെയുള്ള നേതാക്കന്മാർ കോർപ്പറേഷനിൽ മത്സരിക്കാൻ തയ്യാറാണ്. കാരണം ഞങ്ങൾ എല്ലാവരും ഈ കോർപ്പറേഷനെ രക്ഷപ്പെടുത്തണം. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തെ കോർപ്പറേഷൻ ഈ ഇടതു മുന്നണിയുടെ ദുർഭരണത്തിൽ നിന്നും CJPയുടെ മുന്നണിയായി പ്രവർത്തിക്കുന്ന BJPയിൽ നിന്നും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ അല്ല, മനു ചോദിക്കുന്നത് ദേശീയ തലത്തിൽ നിങ്ങളാണല്ലോ ഇന്ത്യ മുന്നണിയിൽ ഉള്ളത് എന്നുള്ളതാണ്. CJP എന്നിവിടെ പറയുമ്പോൾ CPM-ഉമായിട്ട് ദേശീയ തലത്തിൽ കൂട്ടുകൂടുന്നത് കോൺഗ്രസ് ആണല്ലോ. എന്തോ അല്ല, CPM-ഉമായി ദേശീയ തലത്തിൽ കൂട്ടുകൂടുന്നത് കോൺഗ്രസ് ആണല്ലോ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ ഈ 2 പാർട്ടികളും. അതാണ് മനു ചൂണ്ടിക്കാട്ടിയത്. CPM-ഉമായി കേന്ദ്രത്തിൽ ശരിയാണ്. ഇന്ത്യ മുഴുവനായിട്ട് എടുക്കുമ്പോൾ ഇന്ത്യയിൽ CPM കോൺഗ്രസുമായിട്ടുള്ള ഇന്ത്യ മുന്നണിയിൽ തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയല്ല, അത് എൻഡേ മുന്നണിയിലുള്ളവർക്ക് തോന്നുന്നതാണ് ഇന്ത്യ മുന്നണി എന്നൊക്കെ. ഇന്ത്യ മുന്നണിയിലാണ് CPM-ഉം BJP-യും ഉള്ളത്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മകൾക്കും ജയിലിൽ കയറാതിരിക്കണമെങ്കിൽ BJP പിന്തുണച്ചേ പറ്റൂ. അല്ല, കോൺഗ്രസിനെ പ്രതിനിധിക്ക് എന്തും പറയരുത്. ഇന്ത്യ മുന്നണിയിൽ ആരാ ഉള്ളത്? ഇന്ത്യ മുന്നണിയിൽ ആരാ? BJP-യും CPM-ഉം ആണ്. മകൾക്കും ഇപ്പൊ മകനും അല്ല, NDA ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. NDA എന്നല്ല ഉദ്ദേശിച്ചത്. ദീപ NDA എന്നല്ല ഉദ്ദേശിച്ചത്. NDA മുന്നണിയിലാണ് CPM ഉള്ളത്. ഞാൻ കേട്ട പ്രശ്നമാണെങ്കിൽ ഞാൻ തിരുത്താം. ഇന്ത്യ മുന്നണിയിലുള്ളത് കോൺഗ്രസും. അങ്ങോട്ട് ഞാൻ പറയാം ഒറ്റ കാര്യം. ഒറ്റ കാര്യം ഞാൻ പറയാം. അങ്ങ് പറഞ്ഞതിൽ ഞാൻ കേട്ടതിൽ തെറ്റാണ്. ഇന്ത്യ മുന്നണിയിലാണ്. അല്ല, ഇതൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. ദീപ ഒന്ന് തുടരുക. രണ്ടുപേർക്കും ഞാൻ ക്ലാരിറ്റി വരുത്താം. അതായത് ദീപ പറഞ്ഞത് ഇന്ത്യ മുന്നണിയെ ഇന്ത്യ മുന്നണി എന്ന് വിളിക്കാമെങ്കിൽ NDA മുന്നണിയെ, അതായത്
നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിനെ ND മുന്നണി എന്ന് വിളിക്കാം എന്നുള്ളതാണ് ദീപ പറഞ്ഞത്. അതിൽ CPM ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല മനു. ഞാൻ പറഞ്ഞ വിഷയം അതല്ല അവതാരകൻ, അങ്ങയോട് ഞാൻ പറഞ്ഞ വിഷയം അതല്ല. ഇന്ത്യ മുന്നണിക്കകത്ത് CPM-ഉം BJP-യും എന്ന വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇതിൽ അവർ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും പറഞ്ഞതിന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഓക്കെ, ആർക്കും അബദ്ധം പറ്റും. ബോധപൂർവമായി പറഞ്ഞതാണെങ്കിൽ അത് തിരുത്താവുന്നേ ഉള്ളൂ. ഇന്ത്യ മുന്നണിയിലല്ല, CJP മുന്നണി, കേരളത്തിലുള്ള CJP മുന്നണിയിലാണ് CPM-ഉം BJP-യും ഉള്ളത്. ഇന്ത്യ മുന്നണിയിൽ ഔദ്യോഗികമായി ആരൊക്കെയാണെന്നൊന്ന് പറയൂ. ഇന്ത്യ മുന്നണിയിൽ ഔദ്യോഗികമായി ആരൊക്കെയാണെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറയൂ. ഇവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഇന്ത്യ മുന്നണിയിൽ ഔദ്യോഗികമായി ആരൊക്കെയാണ്? അങ്ങേക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറ. ഇന്ത്യ മുന്നണിയിൽ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ടുള്ള കക്ഷികൾ? ഇന്ത്യ മുന്നണിയിൽ CPM ഉണ്ട്, ചോദ്യം ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ്. CPI ഉണ്ട്, ഇന്ത്യ മുന്നണിയിൽ CPM ഉണ്ടല്ലോ. ഇന്ത്യ മുന്നണിയിൽ CPM ഉണ്ടല്ലോ, ഔദ്യോഗികമായിട്ടുണ്ടല്ലോ. ഈ ജനങ്ങളെ പറ്റിക്കല്ലേ, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുണ്ടല്ലോ ഇന്ത്യ മുന്നണിക്കത്. അതുകൊണ്ട് BJP ചേർത്ത് വയ്ക്കണ്ട കേട്ടോ, നിങ്ങൾ അങ്ങ് ഏറ്റെടുത്താൽ ഇത്തരത്തില് എന്നെ കേരളത്തിലില്ലേ നിങ്ങൾ തമ്മിൽ ഭരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം? ഇദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ട ചുമതല ഈ അല്ലല്ലോ. നിങ്ങൾ വസ്തുതാവിരുദ്ധ പറഞ്ഞുകൊണ്ടാണ് ഇടപെട്ടത്. വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേട്ടോണ്ടിരുന്നതാ. ഇന്ത്യ മുന്നണിയിൽ CPIM ഇല്ല എന്ന് പറഞ്ഞാൽ അല്ല, നമ്മൾ ആ തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. അതിൽ രണ്ടുപേർക്കും ക്ലാരിറ്റി വന്നല്ലോ. പാനലിസ്റ്റുകൾ ദയവായി സഹകരിക്കുക. അല്ല, അതിലൊരു ക്ലാരിറ്റി വന്നല്ലോ. ദീപ പറയൂ, ആ പോയിന്റിലേക്ക് വരും. നമ്മൾ ആ വെറുതെ ഒരു വിഷയത്തിൽ മാത്രം കടിച്ചു പോകുന്നുണ്ടോ? ഈ പോയിന്റ് പറയൂ. ആ കാര്യം കഴിഞ്ഞു. പക്ഷേ ഈ പോയിന്റ് പറയൂ, നിങ്ങൾ പറഞ്ഞു വന്ന പോയിന്റ് പറയൂ. കോർപ്പറേഷനിലേക്ക് മടങ്ങി വരൂ. കോർപ്പറേഷനിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മുൻപെങ്ങും ഇല്ലാത്ത വിധം ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ പകുതിയോളം വരുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും താഴെ തട്ട് മുതൽ മേലറ്റം വരെയുള്ള നേതാക്കന്മാർ കോർപ്പറേഷനിൽ മത്സരിക്കുന്നുണ്ട്. കോർപ്പറേഷനിൽ ഇത്തരം നേതാക്കന്മാർ മത്സരിക്കുന്നതിന്റെ കാരണം തന്നെ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. 80 സീറ്റുകൾക്ക് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് കോർപ്പറേഷനിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണ സംവിധാനം വരുമെന്നുള്ളത് എന്തോ 100 സീറ്റേ ഉള്ളൂ ആകെ. 100 സീറ്റേ ഉള്ളൂ. അതിൽ 80 കിട്ടുമെന്നാണ് പ്രതീക്ഷ. 80 സീറ്റുകൾക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് ഞങ്ങള് തീർച്ചയായിട്ടും ഭരണം ഉറപ്പിക്കും. അത് ആർക്ക് വേണ്ടിയാണ്? ഞാൻ പറയട്ടെ, കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഈ കേരള സംസ്ഥാനത്തിലെ ജനങ്ങൾ കൂടെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്വാസം മുട്ടിപ്പിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിന്റെ ആദ്യ പടിയായിട്ടാണ് ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, കോർപ്പറേഷനിൽ മാത്രമല്ല പഞ്ചായത്തുകൾ എത്രത്തോളം മാറി വരുമെന്ന് നോക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ, ഞങ്ങൾ പഞ്ചായത്തുകളെയും കോർപ്പറേഷനെ മാത്രമല്ല വലിയ ഇതായിട്ട് കണ്ട് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് വാർഡുകളിൽ ഉൾപ്പെടെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. വോട്ട് ചേർക്കുന്നത് മുതൽ ഇവിടെ യാത്രകൾ നടത്തുന്നത് മുതൽ, ഇപ്പൊ 3-ാം തീയതി നാളെ ശ്രീ K മുരളീധരൻ അവിടെ യാത്ര നടത്തുമ്പോൾ വാർഡുകളിലും ഇതുപോലെയുള്ള യാത്രകൾ നടക്കുന്നുണ്ട്. ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഭൂരിപക്ഷം വലിയ ഭീമമായ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് കോർപ്പറേഷൻ ഭരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം ആറ്റുകാൽ പൊങ്കാലയെ പോലും വിറ്റ ആ വിൽപ്പനയ്ക്ക് വിറ്റ CPM-ഉം ആ വിൽപ്പനയ്ക്ക് കൂട്ടുനിന്ന BJP-യും ഇവർക്ക് ആര് വോട്ട് ചെയ്യാനാണ്? പ്രബുദ്ധരായ മലയാളികൾ ഇനി വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? മനു, അങ്ങനെ ആ ഒരു വിൽപ്പനയ്ക്ക് കൂട്ടുനിന്നോ? അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ വിൽപ്പനയ്ക്ക് കൂട്ടുനിന്നോ BJP? അല്ല, ആരെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസും CPM-ഉം ആണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ഇവരെല്ലാം ഒറ്റ കച്ചവടത്തിൻ്റെ ഭാഗമാണ്. ഔദ്യോഗികമായി പരസ്യമായി ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഈ പരസ്യമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായവർ അത് അംഗീകരിക്കാതെ ഉരുണ്ട് കളിക്കുന്ന ഉരുണ്ടിൽ ചെളി പറ്റുമെന്നല്ലാതെ അതിൽ നിന്ന് മറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ക്ഷേത്രങ്ങളുടെ കൊള്ളയെക്കുറിച്ച് പറഞ്ഞു. ശബരിമലയിൽ സ്വാഭാവികമായിട്ടും ആരൊക്കെയാണ്? തിരുവനന്തപുരത്ത് VS ശിവകുമാറിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലും
ഒക്കെ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയ നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള വല്ലാത്ത അത്യാഗ്രഹമുണ്ടല്ലോ. അത് ജനങ്ങളൊക്കെ ഈ ജനങ്ങളൊക്കെ ഇതൊക്കെ അല്ല, ഞാൻ നിങ്ങളുടെ ആരും പേര് പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് എന്നാ വി എസ് ശിവകുമാറിന്റെ സമയത്ത് ഇല്ലാത്ത പാത്രങ്ങൾക്ക് വല്ലാത്ത പണം നൽകിയവരാണ്. ആ അന്വേഷണങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിച്ചവരാണ്. അസ്വസ്ഥമാവല്ലേ പ്ലീസ്, അസ്വസ്ഥമാകരുതേ. നിങ്ങൾ ഈ ആറ്റുകാൽ പൊങ്കാലയിൽ കേസെടുത്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഈ പാവപ്പെട്ട അമ്മമാരെ ഉൾപ്പെടെ ഈ ആറ്റുകാൽ പൊങ്കാലയിൽ തിരുവനന്തപുരത്ത് കേസെടുത്തപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു? ഇവിടെ CAA നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ് നിങ്ങളുടെ രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും ഒരുമിച്ചിരുന്ന് തിരുവനന്തപുരത്തിന്റെ സമരത്തിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് സമരം ചെയ്യുമ്പോൾ ഈ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ എവിടെയായിരുന്നു? കേരളത്തിൽ തന്നെ പ്രാദേശികമായിട്ടുള്ള തിരുവനന്തപുരം ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് BJPയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ട് ചെയ്ത് പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? SDPയുടെയും PDPയുടെയും പോപ്പുലർ ഫ്രണ്ടിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ കള്ളക്കച്ചവടത്തിൻ്റെയും വോട്ട് കച്ചവടത്തിൻ്റെയും ദാരിദ്ര്യം ഇല്ലാത്ത ജനങ്ങളെടുത്ത് അവരെ പറ്റിച്ചും നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇത് എവിടെയായിരുന്നു നിങ്ങളുടെ മുന്നണി രാഷ്ട്രീയം? അഴിമതിയുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. നിങ്ങൾ ഈ കേരളത്തിന്റെ ഭരണം കൈയാളിയിരുന്നവരാണ്. നിങ്ങൾ ഈ തിരുവനന്തപുരം പ്രദേശങ്ങളിൽ പല പഞ്ചായത്തുകളിൽ അധികാരത്തിലുണ്ടായിരുന്നവരാണ്. നിങ്ങളുടെ MLA ആയിട്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ MLA ഉണ്ടായിരുന്നു. എന്തേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചിട്ട് ഒരിക്കൽ പോലും നിങ്ങൾ തിരുവനന്തപുരത്തിലെ കോർപ്പറേഷനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ശരിയായ പ്രശ്നത്തെ കുറിച്ചൊരു വാക്കുമിണ്ടാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. ശബരിമലയിൽ പോയി കൊള്ള നടത്തി ആ കൊള്ള പുറത്തു വരുമെന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് വിഷയം മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത രണ്ട് മുന്നണികൾ നിങ്ങളാണ്. രാത്രിയിൽ ഒരുമിച്ചിരുന്ന് പല പ്രൊപ്പഗൻഡയും ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ ഞങ്ങളെയാണോ പഠിപ്പിക്കുന്നത്? അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിന്ന് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഇരുന്ന് എക്കാലവും ഈ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് നാളിതുവരെ കേരളം ഭരിച്ചവർ തൊഴിലില്ലാത്ത ഇടങ്ങളാക്കി കേരളത്തെ മാറ്റിയതിനെ കുറിച്ച് ഒരക്ഷരമിണ്ടാത്തത് അത് മിണ്ടാത്തതിന്റെ കാരണം നിങ്ങൾക്കതിൽ പങ്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടുമായിരുന്നു. 29% തൊഴിലില്ലാത്ത യുവാക്കളെ സൃഷ്ടിച്ച കേരളത്തെ കൊണ്ടുവന്നത് നിങ്ങളായതുകൊണ്ടാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ കൊള്ള ചെയ്ത് കബളിപ്പിച്ച് ഇല്ലാതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് പ്രൊപ്പഗാൻഡ സൃഷ്ടിച്ച് ഇരുട്ടിന്റെ മറവിൽ ഒന്നിച്ചിരുന്ന് പലതും പങ്കിട്ട് കഴിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ജനങ്ങൾ ഇറങ്ങി വരികയാണ്, തുറന്നു ചോദിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ശബരിമലയിലെ അന്വേഷണം അട്ടിമറിക്കാൻ ചേർന്ന് നിന്നത്. നിങ്ങളാണല്ലോ. എന്തുകൊണ്ട് 20 വർഷത്തെ ശബരിമലയിലെ കള്ളത്തരങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല? വിജയമല്യ കൊണ്ടുവന്ന് അവിടെ സ്വർണം കൊടുത്തപ്പോ ആ സ്വർണത്തിന്റെ രേഖകൾ എങ്ങനെയാണ് ശരി, എന്തായാലും രൂക്ഷമായ വാദപ്രതിവാദങ്ങളായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ചർച്ചയിൽ പങ്കെടുത്ത രണ്ട് അതിഥികൾക്കും നന്ദി. മനുപ്രസാദ് BJP പ്രതിനിധി, ഒപ്പം തന്നെ ദീപ അനിൽ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നിവരാണ് ഹോട്ട് ആൻഡ് ടോക്കിൽ അതിഥികളായി എത്തിയത്.